ബാബുരാജിനെ കുറിച്ച് കുറെ ആരോപണങ്ങൾ വന്നു. അപ്പൊ ബാബുരാജ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, മറുപടി പറയാൻ സമയം കൊടുക്കുന്നില്ല. ഈ സമയം മുഴുവനും ലാലേട്ടൻ മുൻപിൽ തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. അപ്പോ ബാബുരാജിന് സമയം കൊടുക്കുന്നില്ല. അവര് സമയം കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബുരാജ് പറഞ്ഞു ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ബാബുരാജ് എഴുന്നേറ്റ് നിന്നപ്പോ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയാ, എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ പറഞ്ഞു ബാബുരാജ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു. അവര് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുള്ളൂ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവര് വന്നതിന് ശേഷം അവര് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു കാര്യങ്ങളും അവർ സംസാരിക്കുന്നില്ല. അവര് വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ നിന്ന അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിലേക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, അവർ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ. അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ് അമ്മയിലെ അംഗങ്ങൾ മുഴുവനും. അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല.